അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചുരുളിപ്പട്ടിക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. ചുരുളിപ്പെട്ടിയിലൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി വെച്ച് ജസ്റ്റ് ഇപ്പോൾ തിരിച്ചു വന്നതേ ഉള്ളൂ. അന്നേരത്ത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല വായിക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് അവന്മാർ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എണ്ണം പ്രത്യേകിച്ച് പറഞ്ഞു ഇവിടെ വൈനുണ്ട്, മുന്തിരിയുടെ ഇവിടെ മുന്തിരി തോട്ടങ്ങളാണല്ലോ കൂടുതലുള്ളത്. എനിക്ക് വേണ്ട ജ്യൂസ്, എനിക്ക് വേണ്ട ജ്യൂസ് ആകും, വയറിന് വയ്യാത്തോണ്ട എനിക്ക് വേണ്ടെന്ന് വേണ്ട കേട്ടോ. അപ്പം ഇവിടെ എല്ലാം മുന്തിരിത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ മുന്തിരി വൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് പപ്പച്ചിയാണ് കേട്ടോ. പപ്പച്ചിക്ക് നമുക്ക് ഇവന്മാരും പറഞ്ഞാൽ ആ മുന്തിരി വൈൻ ഒരെണ്ണം മേടിച്ച് പപ്പച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കാം, ഒരു സന്തോഷമായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം മുന്തിരി വൈന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയണം. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇതൊരു മുന്തിരി വൈനാണ് ഇവിടുന്ന്. അപ്പോൾ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് പപ്പയ്ക്കൊന്ന് കൊടുത്തു നോക്കാം. പപ്പയുടെ ചെറിയൊരു സന്തോഷമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ്. അപ്പം ഇത് കൊടുക്കുമ്പോൾ പുള്ളിയുടെ സന്തോഷം ഒന്ന് കാണാം അല്ലേടാ, പപ്പയുടെ സന്തോഷം ഒന്ന് കാണാം അല്ലേ. ഞാൻ 1/2 ലിറ്റർ മേടിക്കാനായിട്ടിരുന്നു. അപ്പോഴേ പറഞ്ഞാൽ അത് ഫുള്ള് മേടിക്കാൻ അതിനെ അരയാക്കുന്നതെന്ന്. അപ്പോൾ ഇതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ പോവാണേ. എന്നാ മുന്തിരി വൈൻ ഭയങ്കര പൂസാകുന്ന കേട്ടോ. കുറേശ്ശെ കുടിക്കാവുള്ളൂ. അവിടെ വെക്കാതെ പെട്രോളാന്ന് പറഞ്ഞിട്ട് വെക്കരുത്. അല്ലല്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ കമ്പത്തുനിന്ന്. മണത്ത് നോക്കി. സെയിലൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്?